ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി റെസിപ്പാണ്. വളരെ ഈസിയായി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത കഷ്ണങ്ങളിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ചെറുനാരങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇനി വേണ്ടത് മസാലക്കൂട്ടിന് ആവശ്യമായ സാധനങ്ങളാണ്. തക്കാളിയും ഉള്ളിയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മസാല പുരട്ടി വെച്ച ചിക്കൻ എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ അതിലേക്ക് എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നന്നാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ നന്നായി പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ടിലേക്ക് കടക്കാം. അപ്പോൾ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയിലേക്കാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊരിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാള ബ്രൗൺ കളറായി വന്നിട്ടിട്ട് ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് വെക്കുന്നതെങ്കിൽ അതിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഗ്രാമ്പൂ, പട്ട ഇവയൊക്കെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്.
അതിന് നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സവാളയും കിസ്മിസ്, മുന്തിരി ഇവയൊക്കെ വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സവാള, കിസ്മിസ്, മുന്തിരി ഇവയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നെയ്ച്ചോറിലേക്ക് ഇനി ഇട്ടുകൊടുക്കാം. ഞാനിവിടെ നെയ്ച്ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാലയും മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഇവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മസാലക്കൂട്ട് നമുക്ക് കുറച്ചായി ഇട്ട് കൊടുക്കാം. അങ്ങനെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നെയ്ച്ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തെടുത്ത സവാള, കിസ്മിസ്, മുന്തിരി ഇവയൊക്കെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും. ഇനി നമുക്കിത് മൂടി വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് കനലിട്ട് പൊത്തി വെക്കാം, ദം പിടിക്കാം. നമുക്കിത് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാവുന്നതാണ്. അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ.